ഹായ്, ജനുവരി 7 ചൊവ്വാഴ്ചയിലേക്കുള്ള പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നാളത്തെ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് ഇന്ന് മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ലെവലുകളിലൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഇന്ന് വേഗത്തിലൊന്ന് നോക്കിയിട്ട് പോവാം. ബേസിക്കലി ഇന്നൊരു ന്യൂസ് ഡ്രിവൺ മാർക്കറ്റ് ആയിരുന്നു, അതുകൊണ്ട് ഒരു വലിയ ഫാൾ ഉണ്ടായിരുന്നു. ഇത്തരം ദിവസങ്ങളിൽ ലെവലുകൾ വർക്ക് ചെയ്യുക, പ്രൈസ് ആക്ഷൻസ് റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. സ്റ്റിൽ നമ്മൾ തന്ന പല ലെവലുകളും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഫാളിന്റെ വലിയൊരു റീസൺ ആട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ പുതിയ HMPV അല്ലെ, HMPV വൈറസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസേണുകളാണ്. മറ്റൊന്ന്, നമ്മുടെ നിഫ്റ്റി ഇന്ന് ഫോളോ ചെയ്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് ITCയുടെ ഒരു ഡീമർജറുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അപ്പൊ നിഫ്റ്റി 50 വളരെയധികം വെയിറ്റേജ് ഉള്ള സ്റ്റോക്കാണ്. അപ്പോൾ ആ ഡീമർജറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസിനോടനുബന്ധിച്ച് ITC 8% ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിഫ്റ്റിയെ ബാധിച്ചു എന്ന് പറയാം. അതേപോലെ കൊടാക് മഹീന്ദ്ര ഫോളോ ചെയ്തതും വലിയ രീതിയിൽ നിഫ്റ്റിയെ താഴേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പൊതുവെ ഇപ്പോഴത്തെ കണ്ടീഷൻ നമുക്കറിയാവുന്നതാണ്. ഗ്ലോബൽ എക്കണോമിക് ക്ലൂസ് എല്ലാം നെഗറ്റീവ് ആണ്. US ഡോളർ സ്ട്രോങ് ആവുന്നതും അതേപോലെ തന്നെ US ബോണ്ട് ഈൽഡ് കൂടുന്നതും ഒക്കെ എമർജിംഗ് മാർക്കറ്റുകളായിട്ടുള്ള നമ്മുടെ ഇന്ത്യയെ പോലുള്ള മാർക്കറ്റുകൾക്ക് ഒരു നെഗറ്റീവ് കൺസേൺ ആണ്. അപ്പോൾ ഈ സെന്റിമെന്റുകളൊക്കെ നിലനിൽക്കുന്നതിനിടയ്ക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇന്ന് ചാർട്ടിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ വരച്ച ലെവലുകൾ ഇതൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ ഈ ഒരു ലെവലിലൊക്കെ ഇതുപോലെ മാനിപ്പുലേഷൻ ഉള്ള സാധ്യത ഞാൻ കൃത്യമായിട്ട് വരച്ച് കാണിച്ചിരുന്നു. അങ്ങനെ വരച്ചിട്ടാണ് ഈ ലെവലിൽ വരെയുള്ള ഒരു ഫാള് ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് നമ്മൾ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നത്, ഈ ഭാഗത്തേക്ക് ഒരു മാനിപ്പുലേഷൻ ഉണ്ടാവാനുള്ള സാധ്യത, ഈ ലെവലിലേക്ക് ഒരു മാനിപ്പുലേഷൻ ഉണ്ടാവാനുള്ള സാധ്യത പറയുന്നത്. അപ്പൊ ഈ ഭാഗത്തേക്ക് മാനിപ്പുലേഷൻ തന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റിന്റെ ഡയറക്ഷൻ മുകളിലേക്ക് ആവാൻ സാധ്യതയില്ല എന്നുള്ളൊരു ക്ലൂസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. എപ്പോഴാണ് മാർക്കറ്റിന് ഇവിടുന്ന് കൂടുതൽ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യേണ്ടി വരുന്നത്? കൂടുതൽ ആളുകൾ സെല് ചെയ്തുകൊണ്ട് അത് കളക്ട് ചെയ്തിട്ട് മാർക്കറ്റിന് ശക്തമായിട്ട് മുകളിലേക്ക്, പിന്നെ ലെവലുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിന് താഴേക്ക് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ ലെവലിൽ നിന്ന് ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ആദ്യ ഘട്ടത്തിൽ ശേഷം ഒരു ആദ്യത്തെ ഇനീഷ്യൽ ടൈമിന് ശേഷം ഉണ്ടാകുന്ന ഒരു ഫാൾ ഇതുവരെ നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അത് അവിടെ നിന്നും കഴിഞ്ഞ് ഈ ഒരു ലെവൽ വരെ എത്തി. അപ്പൊ ഇത് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫിലായതുകൊണ്ട്, ഫസ്റ്റ് ഹാഫിലല്ല, വളരെ ഇനീഷ്യൽ ടൈമിലായതുകൊണ്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, ജഡ്ജ് ചെയ്യാന്ന് പറയുന്നത്, ട്രേഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇവിടെ നിന്ന് ഇവിടെ പ്രൈസ് എത്തിയ സമയത്ത് ഇത് കൃത്യമായിട്ട് നമ്മൾ 24.50 നമ്മൾ തന്നെ ലെവലാണ് റെസ്പെക്ട് ചെയ്യുന്നത്. ഇവിടുന്ന് ഈ ക്യാൻഡിൽ റിജക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് നമ്മൾ ട്രേഡ് എടുത്തിരുന്നു. ഇതുവരെ ആയിരുന്നു ഞാൻ ടാർഗറ്റ് വെച്ചിരുന്നത്. അപ്പൊ ഇതിൽ ടാർഗറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ഒരു 1.15 അടുത്തുള്ള ഒരു ട്രേഡ് കൂടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമായിരുന്ന ഒരു ട്രേഡ് ആയിരുന്നു, ലെവലിനെ ബേസ് ചെയ്തത്. അപ്പൊ നമ്മൾ പറഞ്ഞ 2-3 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ആ കണ്ടീഷൻസ് അതുപോലെ വന്നിട്ടില്ലെങ്കിൽ ലെവലുകൾ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഇനി ഇത് കഴിഞ്ഞ് പിന്നെ മാർക്കറ്റ് താഴെ ലെവലുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതായി വരച്ച ലെവല് ഇവിടുന്ന് അറ്റ്ലീസ്റ്റ് 1, 2, 3, 4, 5 ക്യാൻഡലുകൾ ഇവിടെ കൺസോൾട്ടേറ്റ് തന്നിട്ടുണ്ട്. വളരെ ചെറിയ ഒരു കൺസോൾട്ടേഷൻ ആണെങ്കിൽ പോലും അത് റെസ്പെക്ട് ചെയ്ത് കാണാം. ഇവിടുന്ന് ഇവിടെ കുത്തനെയുള്ള ഫാൾ ആണെങ്കിൽ ഇവിടെ എത്തിയപ്പോഴാണ് 5 ക്യാൻഡിൽ അത് റെസ്റ്റ് ചെയ്തത്. ഇനി ഈ ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് 1, 2, 3 ക്യാൻഡിൽ, ഈ ക്യാൻഡിലിന്റെ ക്ലോസ് 4, 5, 5 ക്യാൻഡിൽ ഇവിടെയും ഒന്ന് പോസ് ചെയ്തു ഇവിടുന്ന് കുത്തനെയുള്ള ഫാളിന് ശേഷം. ഈ ലെവലുകളൊക്കെ ഇവിടുന്ന് റെസ്പെക്ട് ചെയ്യുന്നത് കാണാം. പിന്നെ ഇവിടെ വന്നപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ലെവൽ എത്ര കൃത്യമായിട്ടാണ് വർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു 7 to 8 ക്യാൻഡിലുകൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇത് 1 മിനിറ്റിലാണ് നോക്കുന്നത്. 5 മിനിറ്റിൽ നോക്കിയാൽ റെസ്പെക്ട് ചെയ്തതായിട്ട്, ഒട്ടും റെസ്പെക്ട് ചെയ്തതായിട്ട് നമുക്ക് തോന്നില്ല. ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയാൽ അറിയാൻ പറ്റും. ഇനി താഴെ വന്നതിന് ശേഷം ഈ ഒരു ലെവൽ വീക്ക്ലിയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ലെവലാവും എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇതിന് താഴേക്ക് വന്നപ്പോൾ ഇതൊരു മാനിപ്പുലേഷൻ ആവാനുള്ള സാധ്യത, അവിടുന്ന് തിരിച്ചു കയറാന്ന് കരുതി ഇവിടുന്ന് ഒരു ബൈ സൈഡിൽ ഞാൻ നിന്നിരുന്നു. അത് ട്രേഡിന്റെ സ്റ്റോപ്പ് ലോസ് എടുക്കുകയാണ് ഉണ്ടായത്. ഇവിടുന്ന് ഇതുവരെയുള്ള ഒരു റാലി ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു, അത് ഫെയിലായി. എന്നാൽ ഇത് കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്യാതിരുന്ന സമയത്ത് പിന്നീട് ഈ ലെവൽ റെസ്പെക്ട് ചെയ്ത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഒരു ലെവൽ ആദ്യ സമയത്ത് റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ സെക്കൻഡ് ടൈം ആ ഏരിയയിൽ വരുമ്പോൾ അത് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു വീക്കിലിയുടെ മേജർ ലെവലിന്റെ താഴെയാണ് പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ പ്രൈസ് ഇവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഫാൾ കാണാം. അതിനിടയ്ക്ക് ഷോർട്ട് കവറിംഗ് റാലി ഒക്കെ വരും ഇല്ലെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ എന്തായാലും ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. നാളെ എന്താണ് മാർക്കറ്റിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഒന്ന് നോക്കാം. ഓക്കെ, നാളത്തെ അനാലിസിസിലേക്ക് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ഇന്നത്തെ എല്ലാ ലെവലുകൾക്കും നാളെ പ്രാധാന്യമുണ്ട്. ബട്ട് മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഏതൊക്കെ ലെവലാണ് പ്രധാനപ്പെട്ടതായിട്ട് മാറാന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പൊ ഇവിടെ ബാക്കി നമുക്ക് ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് റൈറ്റ് മാർക്കറ്റ് ഈ ഒരു ഭാഗത്ത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടുന്ന് ഒക്കെയാണ് മാർക്കറ്റ് ബൗൺസ് ചെയ്യുന്നതെങ്കിൽ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുക ഇതാണ്. ഓക്കെ,
അപ്പൊ ഈ ഭാഗത്ത് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് റീടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഇങ്ങനെ കയറുന്ന ഒരു സിനാരിയോ വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇങ്ങനെ വന്നിട്ട് പ്രൈസ് ഈ ഒരു പ്രൈസ് ആക്ഷൻ കാണുകയാണെങ്കിൽ ഇതായിരിക്കും പ്രധാനപ്പെട്ട ലെവൽ. ഓക്കെ, ഇനി പ്രൈസ് അത് ഇവിടെ ഓപ്പൺ ചെയ്യുന്ന സിനാരിയോ ആണ് നമ്മൾ പറഞ്ഞത്. പ്രൈസ് ഒരു ഗ്യാപ് ഡൗൺ ഒക്കെ ആണെങ്കിൽ ഈ ഭാഗം ക്രോസ് ചെയ്ത് കിട്ടുന്നതോട് കൂടിയിട്ട് ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്ത് ഇവിടുന്ന് ബൗൺസ് ചെയ്യുന്ന സിനാരിയോ വന്നാൽ ഇതായിരിക്കും മേജർ റെസിസ്റ്റൻസ്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ വീക്കിലി റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് മുകളിൽ വരച്ചിരുന്ന അതിനെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് ഇപ്പോഴും റെലവെന്റ് ആണ്. അതിന്റെ പൊസിഷൻ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് വലിയൊരു നാളെയൊക്കെ ഷോർട്ട് കവറിംഗ് റാലി വലിയ രീതിയിൽ മുകളിലേക്ക് പോകുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഷോർട്ട് കവറിംഗ് റാലി വന്നാൽ ഇത് റെസ്പെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ ഇവിടുന്ന് ഇത് ക്രോസ് ചെയ്തിട്ട് നിങ്ങളൊരു ബൈയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്ന ഒരു ടാർഗറ്റ് ഇതാണ്. പിന്നീട് ഈ ഒരു ഭാഗത്തൊക്കെ എത്തി ഇവിടുന്ന് ബെൻഡ് ആയിട്ട് താഴേക്ക് വരുന്ന ഒരു കണ്ടീഷൻ വന്നാൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പരിഗണിക്കേണ്ടത് ഇവിടുന്ന് ഇതിന് മുകളിലേക്ക് പോയിട്ട് ബെൻഡ് ആവുന്ന കണ്ടീഷൻ വന്നാൽ ഇവിടുന്ന് 23,822. ഓക്കെ, ഇതാണ് ഒരു പ്രധാനപ്പെട്ട ലെവലായിട്ട് നാളെ റെസിസ്റ്റൻസ് ആയിട്ട് നാളെ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളത്. ഫ്ലാറ്റ് ഓപ്പൺ ആണെങ്കിലാണ് ഈ കണ്ടീഷൻ പറയുന്നത്. അപ്പൊ ഇവിടുന്ന് ഈ ലെവൽ വരെ നിങ്ങൾക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാം. ഒന്നോ രണ്ടോ മൾട്ടിപ്പിൾ ലോട്ടുകൾ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇവിടുന്ന് ഒരെണ്ണം ബുക്ക് ചെയ്തിട്ട് അടുത്ത ഈ ടാർഗറ്റ് വരെ ഒരെണ്ണം ഹോൾഡ് ചെയ്യാം ട്രയൽ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു സിനാരിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ സിനാരിയോയിൽ ഇവിടെയൊക്കെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്രോസ് ചെയ്യാണെന്ന് കരുതുക. ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ലെവല് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്രോസ് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് അവിടെ ഈ ഒരു ലെവൽ വരെ ടാർഗറ്റ് സെറ്റ് ചെയ്യും. ഈ ലെവൽ വരെ നമുക്ക് പ്രതീക്ഷിക്കാം ഫാള്. പക്ഷെ നിങ്ങൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ടാർഗറ്റ് സെറ്റ് ചെയ്യേണ്ടത് ഇതുവരെയാണ്. തൊട്ട് മുകളിൽ ഈ സ്വിങ്ങുകൾ വരെ ഒക്കെ ഇവിടുന്നാണെങ്കിൽ നേരത്തെയുള്ള ഓപ്പണിങ്ങിൽ തന്നെയുള്ള റിജക്ഷൻ ആണെങ്കിൽ ഇവിടെ വരെയാണ് ടാർഗറ്റ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഒന്ന് ഇവിടുന്ന് പോയി ബെൻഡായിട്ട് ഇതിന് താഴേക്ക് വരുന്ന സിനാരിയോ വന്നാൽ, മുകളിൽ കയറിയിട്ട് ബെൻഡാവുന്ന സിനാരിയോ വന്നാൽ ഇതുവരെ ടാർഗറ്റ് സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ജസ്റ്റ് 3 സിനാരിയോകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഒന്നുകൂടെ പ്ലേ ചെയ്ത് കാണാം. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ലെവലുകൾ. പിന്നെ ഈ പറഞ്ഞ നമ്മൾ പറയാത്ത ഏത് സിനാരിയോ ആണെങ്കിലും ആ ലെവലുകളിൽ എവിടെ ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പൊ ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞത് നാളത്തെ ദിവസം പ്രധാനപ്പെട്ട ലെവലായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നതായിട്ട് നമ്മൾ പറഞ്ഞ ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഓക്കെ, ഈ ലെവലാണ് പ്രധാനപ്പെട്ട ലെവലായിട്ട് വർക്ക് ചെയ്യുന്നത് പറഞ്ഞത്. അത് ഇവിടെ ഓപ്പൺ ചെയ്യുന്ന സിനാരിയോയിലാണെങ്കിൽ അപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു ലോജിക് കോമൺ സെൻസ് ഉപയോഗിക്കേണ്ടത്. മാർക്കറ്റ് ഗ്യാപ്പ് പ്രധാനപ്പെട്ട ലെവലാണ്. ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുള്ളത് കുറച്ചും കൂടെ ഹയർ ടൈം ഫ്രെയിമിലെ കുറച്ചുകൂടെ പ്രാധാന്യമുള്ള ലെവലുകളാണ്. ഇത് നാളത്തേക്ക് പ്രാധാന്യമുള്ള ലെവലുകളാണ് റെഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിന്നാണ് റാലി എങ്കിൽ ഞാൻ പറഞ്ഞ ഈ ലെവലെല്ലാം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. അപ്പൊ അതിന് തൊട്ട് താഴെയുള്ള ലെവലാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത്. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ ഇത് ബ്ലാക്ക് ഒരു പ്രധാനപ്പെട്ട ലെവലാണ്. അപ്പൊ ഇവിടെ നിന്നൊക്കെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് വരികയാണെങ്കിൽ അപ്പൊ ഇത് ബ്രേക്ക് ചെയ്താലും അതേ പ്രാധാന്യം അതിനുണ്ട്. ഇത് സപ്പോർട്ട് എടുത്ത് തിരിഞ്ഞ് കയറുകയാണെങ്കിലും ഫ്ലാറ്റ് ഓപ്പണിംഗിൽ അതേ പ്രാധാന്യം ഇതിനകത്തുണ്ട്. എന്നാൽ മാർക്കറ്റ് മുകളിൽ ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തിട്ടാണെങ്കിൽ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പൊ ഇതുവരെ പ്രൈസ് വരും എന്നുള്ളതിന് പകരം ഈ ഒരു ലെവൽ കൺസിഡർ ചെയ്യുന്നതാണ് പറഞ്ഞു വെച്ചത്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നാളെ ആക്ട് ചെയ്യുക. ലെവലുകളിൽ നിന്ന് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പൾസ് എങ്ങനെയാണ് ഇത് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ വരും. ഓക്കെ, ബൈ, സി.